ഹലോ നമസ്കാരം. റാൽഫണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയത്താണ്. കോട്ടയത്ത് നീണ്ടൂരാണ് കേട്ടോ. നീണ്ടൂർ JS ഫാം എന്നൊരു ഫാമുണ്ട്. ആ ഫാമിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടെ മത്സ്യങ്ങൾ വളർത്തുന്ന വലിയ വലിയ കുളങ്ങളുണ്ട്, പ്രാവുകളും അങ്ങനെ ഒരുപാട് പക്ഷികളും വളർത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വിജയം. അപ്പോൾ നേരെ JS ഫാമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ഊഞ്ഞാലുകളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. അല്ല, കുട്ടികളൊക്കെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനമാണ്. കണ്ടോ, ഇതിൽ കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. ഇവിടെ നമുക്ക് പ്രാവുകൾ തന്നെ കാണാൻ സാധിക്കും. പ്രാവുണ്ട്, പല പല സംഭവങ്ങളുണ്ട്. ഈ മീനുകൾ കണ്ടോ. അപ്പോൾ നമുക്ക് ഈ മീൻ തീറ്റ അവിടെ നിന്ന് കിട്ടും കേട്ടോ. ചെറിയ പൈസ കൊടുത്താൽ അവിടെ തീറ്റ കിട്ടും. അപ്പോൾ നമ്മൾ തീറ്റ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് മീനുകളെല്ലാം അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. നല്ല കളർഫുള്ളാണ് കേട്ടോ മീനെ കാണാനായിട്ട്. ഇഷ്ടംപോലെ ഉണ്ട് മീനുകൾ. ഈ കാണുന്നതെല്ലാം പലതരം ചെടികളാണ് കേട്ടോ. അതുപോലെ ചെടികളുടെയും കുറച്ച് ഔഷധ ചെടികളുടെ ഒക്കെ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇതിന് കാണാനൊക്കെ നല്ലോണം സാധിക്കും. പിന്നെ കുറച്ച് എന്താ പറയുക, മുയലുകൾ, കുറേ തരം ജീവികൾ ഇവിടെ ഉണ്ട് കേട്ടോ. പോരാന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപോകാം. പിന്നെ കാട വളർത്തുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട്. കാടുകൾ കരയുന്നത് കേട്ടോ. നമുക്ക് നേരിട്ട് ഇത് കാണുകയും ചെയ്യാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു കൗതുകം തന്നെയായിരിക്കും ഒരു കാഴ്ച. കാട മാത്രമല്ല കേട്ടോ, കുറച്ച് താറാവുണ്ട്, പാത്തയുണ്ട്, അങ്ങനെ ഒരുപാട് സാധനമുണ്ട്. നമുക്ക് എന്തായാലും കാണാം. ഇതാണ് കരിങ്കോഴിക്കുഞ്ഞ് കേട്ടോ. കോഴിക്കുഞ്ഞാണെന്ന് അറിയില്ല, കരിങ്കോഴി എന്ന് പറയാം. ഫുള്ള് ബ്ലാക്ക് അല്ലേ, കരിങ്കോഴി. ആളനങ്ങുന്നില്ല അവിടെ. അല്ലാണ്ടേക്ക് ഇതാണോ കോഴിക്കുഞ്ഞാണ്, കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളാണ് അത്. അത് നീറ്റാണ് ഇവിടെ. എന്തായാലും ബാഡ് സ്മെല്ലോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമുക്ക് കണ്ടതിനൊക്കെ ശരിക്കും ഒരു ആസ്വദിക്കാൻ സാധിക്കും. കുട്ടികൾക്കൊക്കെ വന്നൊരു കൗതുകമായിരിക്കും സംഭവത്തിനൊക്കെ നേരിട്ട് കാണുന്നത്. അവിടെ പരുന്തൊക്കെ ഉണ്ടോ? അത് പരുന്ത്
ഇത് വളർത്തനല്ല, അവിടെ ഇങ്ങനെ ഈ മീനൊക്കെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ് തോന്നുന്നു. അല്ല, പരുന്തും കാക്കയൊക്കെ ജകളോടുള്ള. കണ്ടോ എമ്മു പക്ഷിനെ കണ്ടോ, എന്ത് വലിപ്പമല്ലേ സംഭവം. മൊത്തം 3 എണ്ണം കേട്ടോ ഫാമിലി. ഒരെണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ. ഈ ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നത് നാച്ചുറലായിട്ടാണ്. കാരണം കരിങ്കല്ല് കെട്ടുകൊണ്ടൊക്കെ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, കോൺക്രീറ്റിലല്ല. അപ്പോൾ അത് കാരണം ഒരു നാച്ചുറാലിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ഇത്ര മീനുകൾ ഇങ്ങനെ അടുപ്പിച്ച് കാണുമ്പോൾ വല്ലാത്തൊരു ഭംഗി തന്നെ. കാരണം ഇഷ്ടംപോലെ കളർഫുള്ളായ മീനുകൾ അതിൻ്റെ അകത്ത്, പല ടൈപ്പ് സംഭവങ്ങളുണ്ട്. ഇത് കണ്ടോ, ഇപ്പം നമ്മളിവിടുന്ന് ചെറിയ പൈസ കൊടുത്തിട്ട് തീറ്റ ഇവിടുന്ന് വാങ്ങിക്കും. അപ്പോൾ നമുക്ക് കുട്ടികളെ കൊണ്ടായിരിക്കും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മീൻ ഈ തീറ്റ തിന്നാൻ വേണ്ടി തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കണ്ടോ. തൊട്ടടുത്ത് കഴിക്കുമ്പോൾ നല്ല രസമാണ് കാണാനേ. നമുക്ക് സേഫ്റ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു മതിൽ പോലെ അവിടെ ഉണ്ട് താനും. അപ്പോൾ നമുക്ക് സേഫായിട്ട് നിന്നിങ്ങനെ മീൻ തീറ്റ കൊടുക്കാനും സാധിക്കും. ഇത് ഫാമിലെ പെഡസ്ട്രിയൽ ബോട്ട് സർവീസാണ് കേട്ടോ. 4 പേർക്ക് 100 രൂപയാണ് അവർ പറഞ്ഞ റേറ്റ്. എന്നാലും കുഴപ്പമില്ല. പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ട്, സേഫ്റ്റിയാണ്. എന്തായാലും നല്ല രസകരമായൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. നല്ല ദൂരമുണ്ട് തടാകത്തിലൂടെ യാത്ര ചെയ്യുന്നത്. നല്ലവണ്ണം ആളുകളുണ്ട് കേട്ടോ. പിന്നെ അത് കയറ്റി വിടാനൊക്കെ കണ്ട ആ ചേച്ചിയൊക്കെ ഉണ്ട്. നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ്റ്റി ജാക്കറ്റും ഇവർ ധരിപ്പിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ആഴമുണ്ടെന്ന് ഇവർ പറയുന്നത്. കാരണം അത് ചതുപ്പ് പ്രദേശമാണല്ലോ, അത് ആഴം കാണും എന്തായാലും. ഇതിന് സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ JS ഫാമിലൂടെ നടക്കാം കേട്ടോ. ഇതാണോ ചുറ്റും തെങ്ങിൻതോപ്പാണ്. തെങ്ങിൻതോപ്പിൻ്റെ നടുക്കത്തോടെ ഇങ്ങനെ ചെറിയ വഴികളുണ്ട്. അങ്ങനത്തേക്കാണ് സംഭവം. എന്നാലും നല്ലൊരു രസകരമായൊരു കാഴ്ച തന്നെയാണ്. കാരണം പ്രകൃതിക്ക് അനുയോജ്യമായ രീതി തന്നെ. ഇങ്ങനെ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലവഴിക്കുന്നത് മനസ്സിന് നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ വരിക കേട്ടോ. JS ഫാം. ഞാൻ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം.
മൊത്തം തെങ്ങുന്നോപ്പാടം. ഇതൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിൽപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കാൻ വേണമെങ്കിൽ മൈൻഡൊക്കെ നല്ലവണ്ണം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. നമ്മൾ നേരത്തെ ഇതിന് മുന്നേ ചെയ്ത വീഡിയോ വെച്ചാൽ പാലാക്കരി നമ്മുടെ വൈക്കത്താണ് ഇങ്ങനൊരു സംഭവം കണ്ടിരിക്കുന്നത്. ഇതും കോട്ടയം ജില്ലയിലാണ് കേട്ടോ. നമ്മുടെ ടൂറിസത്തിൻ്റെ മാക്സിമം സാധ്യതകളൊക്കെ വിനിയോഗിക്കുക. ഇനി നമ്മൾ പോകുന്നത് കാർഷിക മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർഷിക ഉപകരണങ്ങളും മറ്റും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് കലപ്പ എന്ന് പറയുന്നത് കേട്ടോ. പണ്ട് കാലങ്ങളിൽ ഉഴാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ്. ഈ കാണുന്നതെല്ലാം തന്നെ കരിങ്കല്ലിൽ കുത്തിയെടുത്ത പണ്ട് കാലങ്ങളിൽ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കളാണ്. അതായത് അരകല്ല്, ചെറിയ ഉരുളുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഒട്ടനവധി ശേഖരം നമുക്ക് ഈ കാർഷിക മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു കാർഷിക മ്യൂസിയം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പുതിയ തലമുറകൾക്ക് പഴയ തലമുറയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല വസ്തുക്കളും ഇവിടെ കാണുവാനും പരിചയപ്പെടാനും സാധിക്കും. ഈ കാണുന്നതെല്ലാം തന്നെ ചിലതരം വിളക്കുകളാണ്. മണ്ണെണ്ണ ഉപയോഗിച്ചും ചിലതരം തിരികൾ ഉപയോഗിച്ചുമെല്ലാം പ്രകാശം വരുത്തുന്ന ചില വിളക്കുകൾ, അതുപോലെ തന്നെ റാന്തലുകൾ, ഇതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ മാത്രമല്ല ഈ ഒരു തൂക്കിയിട്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളും കാർഷിക ഉപയോഗങ്ങൾക്കും മീൻ പിടിക്കുന്നതിനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പുരാതനമായ വസ്തുക്കളാണ്. ഇതൊക്കെ കാണുന്നതിന് ഒരു കൗതുകമുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ഫോട്ടോകളിലും ഇതിൻ്റെ സ്ഥാപകനായിരുന്ന ജോയിസ് ചേട്ടൻ്റെ ഈ ഒരു ഫാമിൻ്റെ തുടക്കകാലം മുതലുള്ള എല്ലാ ഫോട്ടോകളും ഏകദേശം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ജില്ലാ സംസ്ഥാന തലങ്ങളിലുള്ള അവാർഡുകളും ലഭിക്കുന്നതിൻ്റെ ഫോട്ടോകളും ഓരോരോ വ്യത്യസ്തമായ സംരംഭങ്ങൾ തുടങ്ങിയപ്പോൾ ഉള്ള ഫോട്ടോകളൊക്കെ ഇന്നത്തെ കാണാൻ സാധിക്കും. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു സ്ഥാപനം കൊണ്ട് പുതിയ തലമുറകൾക്ക് നല്ലൊരു ആശയം കൈമാറി ജോയിസ് ചേട്ടന് ഒരുപാട് നന്ദി പറയുന്നു. എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള ഫാമുകളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ കൊണ്ടുപോയി കാണിക്കുക. നല്ലൊരു ആശയമായിരിക്കും നമ്മുടെ പുതിയ തലമുറയ്ക്ക് ലഭിക്കുന്നത്. അത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.